8 സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. ഒരാൾക്കും എന്നെ അറിയില്ല. ഇവൻ ധൈര്യമായിട്ട് നമുക്കിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഓഡിഷനോ അല്ലെങ്കിൽ ആരുടെങ്കിലും പോയിട്ട് ചാൻസ് ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ട്യൂഷൻ വീടിന് ശേഷമാണ്. പിന്നെ ഒരുപാട് പേരുടെ മുൻപിൽ പോവാനൊരു ധൈര്യം തന്നത് ട്യൂഷൻ വീടാണ്. എന്റെ അമ്മ ഭയങ്കര എന്നോട് ചൂടായിട്ടുണ്ട്, എന്താണ് ഇത് ഇത് അല്ല പുറത്ത് ഈ കുട്ടികളോട് ഇത്രയും ദേഷ്യമായിട്ട് ഞാൻ പെരുമാറുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത്രയും ഫാൻസുള്ള കുട്ടികളാണിത്. അവരാണ് ഞാൻ അടിക്കാന്ന് പറഞ്ഞ അവർക്ക് പറ്റണില്ല. അമ്മായിയെ വേണ്ടാട്ടാന്ന് പറഞ്ഞിട്ട് എന്നോട്. കിളിയെല്ലാം പാറി നടന്നേ കളിവെള്ളം കായലടുത്തേ ദിത്തിത്താരോ ദിത്തിത്തേ. ട്യൂഷൻ വീടിന്റെ ഏറ്റവും വലിയ പില്ലർ എന്ന് പറയുന്നത് ഡയറക്ടർ തന്നെയാണ്. നമ്മൾ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏത് പാർട്ട് വരുമ്പോഴും അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റിയൽ നെയിം പകുതി കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. ചിലപ്പോൾ ക്യാരക്ടർ നെയിംസ് ആയിരിക്കും. ചില ആളുകൾക്ക് റിയൽ നെയിമാ. വൗട്ടീനെ ഇത് ചെയ്തതിന് ശേഷം പിന്നെ അവന്റെ സിനിമയിലേക്ക് തന്നെ ചെറിയൊരു ഭാഗം ഞാൻ ചെയ്ത്. അതുകൂടാതെ പിന്നെ ഞങ്ങൾ പുതിയൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ലൈഫ് അങ്ങോട്ട് കളറായി. ലൈഫ് അതെ കളറായി. ഇത് ട്യൂഷൻ വീട് അഭിനയിച്ചതിന് ശേഷമാണ് മൊത്തത്തില് എല്ലാരും അറിയാം. കുട്ടികളാണ് എന്റെ അടുത്ത് കെയർ ഓടി വരിക. കുട്ടികളാണ്, അവർക്ക് എന്നോട് പറയും ഇഷ്ടാട്ടാ എന്നൊക്കെ പറയും. പിന്നെ ഫാസിൽ ചെയ്ത ഫെമിനിച്ചിയിൽ തന്നെ ഉണ്ട്. അത് ചെറിയ റോളല്ല, വലിയൊരു വേഷ ചെയ്തത്. അപ്പൊ അത് കണ്ടിട്ടാണ് അടുത്ത സിനിമ സൗബിന്റെ ഒരു സിനിമയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് എന്താ വെച്ചാ നേരത്തെ ബബിത പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു സീന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഫാസിലിനെ സംബന്ധിച്ച് അഭിനയം ഇഷ്ടമല്ല അല്ലേ? അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ എന്താണോ സാധാരണ അതാണ് ക്യാമറയ്ക്ക് മുന്നിൽ വേണ്ടത്. ഇൻസ്റ്റയില് മെസ്സേജ് വരും, സൂപ്പറിനല്ലേ ഭയങ്കര ഇഷ്ടമാണ്, സൂപ്പർ പിന്നെ കമ്മിറ്റഡ് ആണോ? എനിക്ക് അങ്ങനെ ഡയറക്റ്റ് മെസ്സേജ് ഇല്ല കേട്ടോ. പക്ഷെ കുട്ടികൾ അവരുടെ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് മാമന്മാരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അല്ലാണ്ട് ഡയറക്റ്റ് ഉള്ളിന്ന് വന്നതാണ്. ഫെമിനിച്ചി ഫാത്തിമ ഈ പറഞ്ഞതുപോലെ ശരിക്കും ഇതുപോലെ ഉണ്ടായ സിനിമയാണ്. ട്യൂഷൻ വീട് ഉണ്ടായതുപോലെ വളരെ നാച്ചുറൽ ആയിട്ട് അവിടെയുള്ള അതും ഇതുപോലെ അവിടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഉള്ള വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എനിക്ക് കുറച്ചധികം ഗസ്റ്റുകൾ ഉണ്ട് കേട്ടോ. കാരണം സൈന തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ട്യൂഷൻ വീട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് വെബ് സീരീസ് എനിക്കറിയാം. ഇപ്പം സക്സസ്ഫുള്ളി സീസൺ 4 കടന്നിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളായിട്ട് ടീച്ചറും കുട്ടികളും ചേച്ചിമാരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. എങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, നിറഞ്ഞിരിക്കുന്നതുകൊണ്ടേ. ഈ നിറഞ്ഞിരിക്കുന്ന മുഖങ്ങള് എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് സീസൺ 4 പോവാണ്. ആൻഡ് അതിന്റെ ഒരു സന്തോഷം വലുതാണ് എന്ന് തോന്നുന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് കുറച്ചൊരു ബ്രേക്ക് വന്നിട്ടാണ് നമ്മൾ സീസൺ 4 പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ വീട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ചോദിക്കും, തുടങ്ങുന്നില്ലേ, ഓൾറെഡി 3rd കഴിഞ്ഞിട്ട് കുറെ നാളായി എന്നൊക്കെ പറയാറുണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് എന്തായിരുന്നു അറിയോ, എന്റെ സീസൺ പെട്ടെന്ന് വരാത്ത, എന്തിനും ഇത്ര വൈകിപ്പിക്കണേ, കമന്റ്സ് എല്ലാം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആക്കണേ. ശരിക്കും ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. ശരിക്കും പരാതി ആരോടെ പറയാം, ഡയറക്ടറോടാണോ? ആക്ച്വലി നമ്മള് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അല്ലേ? ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് എപ്പോഴും ഒരു സമയത്ത് അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴായാലും കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മുടെ പഴയ ഓർമ്മ അതെല്ലാവർക്കും അത് ഫീൽ ചെയ്യും. അത് ഇപ്പോഴത്തെ കുട്ടികൾക്കും അത് കണക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ ആ ഓർമ്മ വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സോ നിങ്ങൾക്കത് ട്യൂഷൻ ഓർമ്മകൾ ഉണ്ടാവും. സോ ഇപ്പോഴത്തെ ട്യൂഷനും ഇപ്പൊ നിങ്ങൾ ഈ അഭിനയിക്കുമ്പോൾ ഒരു ട്യൂഷൻ വീടും ശരിക്കും ഇപ്പൊ നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടോ? ശരിക്കും പോകുന്നുണ്ടോ? ആ ട്യൂഷനും ഈ ട്യൂഷനായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാ മൈക്കങ്ങോട്ട് കൊടുക്കൂ, പറയൂ അങ്ങോട്ട്. അവിടെ അതേപോലെ എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ പഠിത്തത്തില് ചെയ്യൂലേ, ഇവിടെ കൂടുതൽ കളി കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ ഡിഫറൻറ്റ് കുറെ ഉണ്ട് തോന്നിയിട്ടുണ്ട്.
ഓക്കെ, പണ്ടത്തെ സൂപ്പർ ആയിരുന്നു. ടീച്ചറില്ലല്ലോ എന്ന്. ശരിക്കും നിങ്ങളുടെ എല്ലാവരും ലൈഫിൽ ട്യൂഷൻ വീട് ഇപ്പൊ 4ാമത്തെ എപ്പിസോഡ് സീസൺ വരികയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം ട്യൂഷൻ വീട് കൊണ്ടുവന്നിട്ടുണ്ട്? കുറേ മാറ്റങ്ങൾ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങേണ്ടി വരും തോന്നുന്നു. ആര് തുടങ്ങും? ഒരു സൈഡിൽ തന്നെ തുടങ്ങാം. ഷുക്കൂർന്ന് തുടങ്ങിയാലോ? ശുക്രെ തുടങ്ങിക്കോ. എനിക്കങ്ങനെ പരിപാടി ഒന്നും ഇല്ലാതെ ഇരിക്കേണ്ടിയിരുന്നു. അതായത് ആകെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഒരു ക്യാമറ മുന്നിൽ പോയിട്ടില്ല, അങ്ങനെ അവസ്ഥയിലേക്കാം. അങ്ങനെ എന്തോ ഒരു പണി ഇട്ട് ഇരിക്കേണ്ടിയിരുന്നു. അന്നാ ഫാസിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട്, അപ്പൊ ഇന്നൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു, ഇങ്ങനെ ചെയ്തു. പിന്നെ ട്യൂഷൻ വീടാണ്ട് കത്താൻ തുടങ്ങി. പിന്നെ പുറത്തു പോകുമ്പോൾ എവിടെ ചെല്ലുമ്പോഴും കുട്ടികളുടെ ഇടയിലായാലും ഒക്കെ ഭയങ്കര കാര്യമായി. അപ്പൊ എന്താ പറയാ, മൊത്തത്തിൽ അങ്ങനെ ലൈഫ് തന്നെയാണ് മാറി. ഒരു സിനിമ ചെയ്തു. അതെ, സിനിമ ചെയ്യാൻ പറ്റി. ആദ്യത്തെ സിനിമയല്ലേ? അതെ അതെ അത് നമ്മുടെ ഡയറക്ടർ തന്നെ അതെ അതെ കൊണ്ട് വിളിച്ചു. ഓക്കെ, ഈ ഇപ്പം പുറത്തൊക്കെ പോകുമ്പോ ചുക്കുയെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കുക. അതെ അതെ അത് തന്നെയാണ് വിളിക്കുക ആളുകള്. സീനിയേഴ്സ് അടക്കം ഷുഗർ എന്ന് വിളിക്കാം. ഓക്കെ, ശുക്രാണോ ഏറ്റവും കൂടുതൽ ഫാൻസ്? അതെ അതെ. ഞങ്ങളെല്ലാവരും പുറത്തു പോകുമ്പോ ഞങ്ങളോട് ചോദിക്കാം ഷുക്കൂർ എവിടെയാണ്. ഇനി എന്ത് വേണം അല്ലെ ശുക്കൂർ? ഓക്കെ, ചേച്ചിന്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റം ശരിക്കും ട്യൂഷൻ വീട് കൊണ്ടുവന്നിട്ടുണ്ട്? ഈ അടുക്കളയുടെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരിരുന്നു പുറത്തു ലോകത്തേക്ക് അങ്ങനെ ഇറങ്ങാതെ. അപ്പോൾ നമ്മളെ സംവിധായകൻ ഫാസിൽ വന്ന് ഞങ്ങളൊക്കെ രംഗത്തേക്ക് ഇറക്കി. കാരണം അഭിനയിക്കാൻ വിളിച്ച് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റാത്ത പണിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പറ്റും, നിങ്ങൾ വരി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇത് ചെയ്തതിന് ശേഷം പിന്നെ അവൻ്റെ സിനിമയിലേക്ക് തന്നെ ചെറിയൊരു ഭാഗം ഞാൻ ചെയ്ത്. അതുകൂടാതെ പിന്നെ ഞങ്ങൾ പുതിയൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ വലിയ ആളായി കുഞ്ഞു കുഞ്ഞു പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കുട്ടികളാണ് എൻ്റെ കൂടെ എടുത്ത് ഓടിക്കൂടാ. സ്കൂളിൽ കുട്ടീനെ ചേർക്കാനൊക്കെ പോകുമ്പോൾ കോക്കൂര് സ്കൂളിലെ മക്കൾ ഒരുപാട് എൻ്റെ മുന്നിലേക്ക് ഓടി വന്ന് ട്യൂഷൻ വീട്ടിലെ ചേച്ചിയല്ലേ, വാവുട്ടിയുടെ അമ്മയല്ലേ. പിന്നെ വാവുട്ടീനെ കുറിച്ചായി ചോദ്യം അന്വേഷിച്ചെന്ന് പറയും, നിങ്ങളെ മോളല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മോളല്ല, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചതാണ് മോളായിട്ട് എന്ന് പറഞ്ഞു. ചിലർക്ക് അറിയില്ല. അപ്പൊ അവരെ വിചാരം എൻ്റെ മോൾ തന്നെയാണെന്നാ. പക്ഷെ എനിക്ക് 2 ആൺകുട്ടികളാണ്. പക്ഷേ അങ്ങനെ കുറെ പേരിന്റെ അടുത്തേക്ക് വരും. ബസ്സിൽ നിന്ന് കണ്ടാലും അതെ, ഡ്രസ്സ് എടുക്കാൻ പോയി കണ്ടാലും അതെ. അങ്ങനെ കുറെ പിള്ളേര് സെൽഫി എടുത്തുകൊണ്ട് കൂടെ നിർത്തിയിട്ട് എന്താ ഒരു ഇപ്പൊ വൈറലായിട്ട് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്ന് പറയൂ, ഞങ്ങൾ കേക്കട്ടെ. എന്റെ കുട്ടി അങ്ങോട്ട് പോകുമ്പോഴും കടന്നില്ല, കൂട്ടം പോലെ ചെക്കന്മാര് ഇങ്ങോട്ട് വരുമ്പോഴും ഇത് തന്നെയാ പാട്. അവൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടിച്ചിട്ട് ഞങ്ങൾക്ക് കൂടെ ജീവിക്കേണ്ട സരിത. അത് നാച്ചുറലി അങ്ങോട്ട് വരികയാണ്. ഇതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫസ്റ്റ് അഭിനയം എന്ന് പറയുന്നത് ഇപ്പൊ ഫാസ്റ്റിലേക്ക് വിളിക്കണു, അങ്ങനെ ചെയ്യണു. അതിനു മുമ്പ് അഭിനയം, ആഗ്രഹം, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ലോകത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ എഴുതും, കവിതകള് അങ്ങനെയൊക്കെ ചെറുങ്ങനെ എഴുതും. കവിത എനിക്ക് പറയാൻ പറ്റില്ല, കുറെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പുറം ലോകം ഒന്നും കണ്ടിട്ടില്ല. എന്റെ കയ്യിലുണ്ട് എല്ലാം കൂടെ കാണിക്കണം പുറത്തേക്ക് വന്നിട്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ചെറുതിലേ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കഥയൊക്കെ എഴുതും. വെറുതെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ അങ്ങനെ എഴുതിണ്ടാക്കും. അത് ഇപ്പോഴും ഉണ്ട്. ആ എഴുത്ത് ഇതുവരെ നിന്നിട്ടില്ല. ഡയറക്ടറിന് കഥ തീരുകയാണെങ്കിൽ ചോദിച്ചാൽ മതി, ആള് തരും. അല്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഈ കവിതകളുടെ കവിത എഴുതും, ഉണ്ടാക്കി എഴുതും. അത് മനസ്സിൽ വരുമ്പോ അങ്ങനെ. അപ്പൊ അല്ലാതെ ഒന്നും കിട്ടില്ല, നമ്മൾ ആലോചിച്ചിരുന്നാ കിട്ടില്ല. എപ്പോഴെങ്കിലും അങ്ങനെ മനസ്സിൽ വരും, അപ്പൊ അങ്ങനെ എഴുതും. പോരെ, ലൈഫ് അങ്ങോട്ട് കളറായി. ലൈഫ് അതെ കളറാക്ക. ഇത് ട്യൂഷൻ വീട് അഭിനയിച്ചതിന് ശേഷമാണ് മൊത്തത്തില് എല്ലാരും അറിയാൻ. കുട്ടികളാണ് എൻ്റെ അടുത്ത് കെയർ ഓടി വരിക. കുട്ടികളാണ്, അവർക്ക് എന്നോട് പറയും ഇഷ്ടാട്ടാ എന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഇഷ്ടാ. അടുത്ത ആള്. എല്ലാരും നമ്മുടെ വീഡിയോയിൽ കാണുമ്പോ എല്ലാരും സംസാരിക്കുന്നുണ്ട്. പൊതുവെ ട്യൂഷൻ ക്ലാസ്സിലും കുറച്ച് ഷൈ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. അതാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഷൈ ആയിട്ട് തന്നെ പറഞ്ഞോളൂ. കൊറേ കുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ട്യൂഷൻ വീട്ടിലത്തെ സ്റ്റൈല് അങ്ങനെ കണ്ടിട്ട് കൊറേ ഇങ്ങനെ വന്നിട്ടുണ്ട്. കൊറേ കുട്ടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതൊക്കെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ പറയുമ്പോ കുറച്ച് ഉണ്ടായിരുന്നു. ഓക്കെ ശരി, അടുത്ത കൊടുക്കും. ട്യൂഷൻ വീട്ടിലേക്ക് സത്യം ഇങ്ങനെ വലിയ വെബ് സീരീസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ക്ലിക്ക് ആയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാസിലാക്ക പറഞ്ഞ് ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ വലിയ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പോയി ആ ഒരു സാധനമായിരുന്നു. അപ്പൊ വന്നു. പിന്നെ ട്യൂഷൻ വീടൊക്കെ റിലീസായപ്പോ സാധനം കത്തിയപ്പോ എല്ലാരും വന്ന് ചോദിച്ചു ട്യൂഷൻ വീട്ടിലെ ഔട്ടിയല്ലേ എന്നൊക്കെ.
നമ്മളെ സംബന്ധിച്ചൊക്കെ വലിയ സാധനല്ലേ. അതെ. അപ്പൊ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ തന്നെ ഒരുപാട് പേര് തിരിച്ചറിയാൻ തുടങ്ങി. ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷം. അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പഴയ സിനിമാ നടി അവരുടെ ഒക്കെ ഒരു മുഖഛായ എന്താ ചെയ്യാ അങ്ങനെ കേൾപ്പിക്കും. അതാ കഴിവ് കുറച്ച് കൂടിപ്പോയി. കൊള്ളായിരുന്നു, അടിപൊളി. ശരിക്കും ഇൻസ്റ്റ സ്റ്റാർ ആണ് കേട്ടോ. നല്ല കുറെ വീഡിയോസ് ചെയ്യും അവള്. ഷോ. ഇനി നമ്മുടെ ബോംബെ അമ്മായി. അതെ, ബോംബെ അമ്മായി ഭീകരിയാണ്. ബോംബെ കാണാത്ത ഞാന് ബോംബെ അമ്മായിയായി. ഭയങ്കര അനുഭവമാണ് കേട്ടോ. ഭയങ്കരയാണ് ഞാന്. ഭയങ്കരയായ അമ്മായി. ഓരോ ഡയലോഗുകളും ചോദിച്ചിട്ട് ഓരോരുത്തരും പറയും 2 സെന്റ് കിട്ടിയോ, ഇങ്ങനെ അടിക്കാൻ പാടില്ലേ, വീട്ടിലും ഇങ്ങനെയാണോ, അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു സ്ലാങ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഫാസിൽ എന്നെ സെലക്ട് ചെയ്തെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, പക്ഷെ അത് അവർക്ക് ഇഷ്ടമായി. അപ്പോൾ തുയ്യത്ത് ഉള്ളവരും മുഴുവനും എന്നോട് ചോദിക്കണേക്കാട്ടിലും കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുക, ചേച്ചി വീട്ടിലും ഇങ്ങനെ തന്നെയാണോ, കുട്ടികളോട് അത്രയും ഞാൻ ഉപദ്രവിച്ച പോലെയാണ് അഭിനയിച്ചിട്ടുള്ളത്. എന്നെ കൊണ്ട് അങ്ങോട്ട് ശരിക്കും ക്രൂരമായിട്ടാണ് ചെയ്യിപ്പിച്ചത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നതിന് മുമ്പ് ഇല്ല, അഭിനയിച്ചിട്ടില്ല. ട്യൂഷൻ വീട്ടിൽ വരുന്നത് എങ്ങനെയാ, ശരിക്കും എങ്ങനെ കണ്ടുപിടിച്ചു ഡയറക്ടർ? അത് വീടിന്റെ മുന്നില് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉറക്കെ ശബ്ദം കേട്ടു ഞങ്ങള്. അപ്പൊ ഇത് എന്താ ഇവിടെ സംഭവിക്കണെന്ന് കണ്ടിട്ട് ഞങ്ങള് വന്ന് നോക്കുമ്പോ ഷൂട്ടിംഗ് ആണ്. ബബിതൊക്കെ ഓടി വരുന്നുണ്ട് അവിടുന്ന് ഷുക്കൂറിനൊക്കെ പിടിക്കാൻ. അപ്പൊ ഞങ്ങളിത് ശരിക്കും ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ മുന്നിക്കൊക്കെ വന്നതാണ്. അങ്ങനെ അപ്പോൾ ഷൂട്ടിംഗ് ആണ് എന്നും പറഞ്ഞ് വന്നു. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈല് അതൊക്കെയാണ് എന്നോട് കുട്ടികളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു വെറൈറ്റി ബോംബെന്ന് വരുന്ന ഒരു അവർക്ക് മനസ്സിലേക്ക് കണ്ടു. പിന്നെ സ്ലാങ് ഒരു വേറെ തൃശ്ശൂർ അതൊക്കെ സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിച്ചത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അങ്ങനെ മോഡ് ചെയ്ത് എടുക്കുന്ന ഡയറക്ടറിന്റെ ഒരു കഴിവും കൂടെ പറയുന്നുണ്ട്. കാരണം ഇപ്പൊ അഭിനയം ഒരു താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളെ കൊണ്ട് ഇത്രയും രസമായിട്ട് അഭിനയിപ്പിക്കുന്ന ഡയറക്ടറിന് നമുക്കൊരു കൈയ്യടി ആദ്യം കൊടുക്കണം. ഞാൻ ഓൾറെഡി ഇന്റർവ്യൂവിൽ ഡയറക്ടർ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റുകളായാലും ഓൾറെഡി ഇൻസ്റ്റേ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഓൾറെഡി അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ, സിനിമ, ആഗ്രഹങ്ങള്, ആൻഡ് ഫൈനലി അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നതും അത് ഇത്ര അവാർഡുകൾ നേടുന്നു. സോ അതിൽ ഭയങ്കര പ്രൗഡാണ്. നിങ്ങളുടെ ഒരു കൂട്ടത്തിൽ ഒരാൾ ഇത്രയും സക്സസ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആവുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഫാസില് പറഞ്ഞു തരിക. എത്ര ഗൗരവമായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിലും ഫാസില് പറഞ്ഞു തരണത് വളരെ സിമ്പിളായിട്ടാ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഞാന്. അമ്മായി ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണക്കറിയാത്തത് അങ്ങനെയൊക്കെ ഞാന് പറയുമ്പോ ഞാൻ ശരിയാക്കാനായിട്ട് വീട്ടിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആരുടെ പുസ്തകം കൊണ്ടുവരാത്തത്, അങ്ങനെ അതൊന്നും ഇവിടെ ശരിയായില്ല. അപ്പൊ ഞാൻ എൻ്റെ ബാബുചേട്ടനോട് പറഞ്ഞു, ആ ഡയലോഗ് എനിക്ക് ശരിയാവണില്ല ബാബുചേട്ടാ, നീ മദ്രസയിലേക്ക് കൊണ്ടിട്ടാടാ വരണത്. അപ്പൊ ബാബുചേട്ടൻ പറയും, അത് ഒത്തിരി കൂടി നന്നാക്ക്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അത് ശരിക്കും ആ വീഡിയോ കാണുമ്പോ ഉണ്ട്. അപ്പൊ ആ ഒരു മുഖത്ത് ഇത്രക്കൊക്കെ ഗൗരവം. എന്റെ അമ്മ ഭയങ്കര എന്നോട് ചൂടായിട്ടുണ്ട്, ഇത് എന്താണിത് എന്ന്. ഇത് അല്ല, പുറത്ത് ഈ കുട്ടികളോട് ഇത്രയും ദേഷ്യമായിട്ട് ഞാൻ പെരുമാറുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടണില്ല. കാരണം അത്രയും ഫാൻസ് ഉള്ള കുട്ടികളാണിത്. അവരാണ് ഞാൻ അടിക്കാന്ന് പറഞ്ഞാ അവർക്ക് പറ്റണില്ല. അമ്മായിയെ വേണ്ടാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ അതൊക്കെ ക്രെഡിറ്റ് ഫാസിലിന് വേണം. സത്യത്തിൽ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ എന്താ പോലും അറിയില്ല. അറിയാമോ? എൻ്റെ വീട്ടിൽ എൻ്റെ മാമനാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാണ്ട് പറഞ്ഞിട്ട് വിളിച്ചോണ്ടായിട്ട് ഇവിടുന്ന് അഭിനയിപ്പിച്ചത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് അഭിനയം തന്നെ അറിയണത് തന്നെ. അപ്പം അങ്ങനെ അഭിനയിച്ച് ഈ പിള്ളേരെ പിടിക്കുന്ന പോലെയാണ്. കല്യാണ വീട്ടിൽ പോയാല് ടൂർ പോയാലൊക്കെ വന്ന് ചോദിക്കൂ, ഈ കണ്ണൂരിത്തെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കൂ, അപ്പല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്.
അങ്ങനെ കണ്ണൂരാണ് ശരിക്കും സ്ഥലം അതോ മലപ്പുറം? അല്ലല്ല, ഞാൻ ടൂർ പോയപ്പോ കണ്ണൂരിൽ നിന്ന് ആൾക്കാരൊന്നും ചോദിച്ചത്. ആഹാ, കണ്ണൂര് വരെ പിടിപാടുള്ള ആളാണ്. ഇപ്പം ഭയങ്കര അഭിനിഷ്ടാണ്. ആ, ഇഷ്ടാണ്. ഇഷ്ടാണ്. ഇതിനെ പണ്ട് കൊണ്ടുപോകും. ഓക്കെ, എനിക്ക് പിള്ളേരെ പിടിച്ചത് പോലെയാണല്ലോ ഓരോ സ്ഥലത്തു നിന്നും നല്ല നല്ല കുട്ടികളെ നമ്മൾ ഡയറക്ടർ പിക്ക് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെയാണോ നിങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്? കുട്ടികളെയും വലിയവരെയൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ഓക്കെ, അടുത്ത ആള് പഠിച്ചതൊക്കെ ഓർക്കാണ് ഒന്ന്. ഫാസിൽ മാമ കാരണം കേട്ടില്ലായിരുന്നു ഒന്നും കൂടെ. ഫാസിൽ മാമ എങ്ങനെയാ കണ്ടുപിടിച്ചേ മോനെ? എവിടുന്ന് കണ്ടുപിടിച്ചു? കസിനാണ്. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞോണ്ടാ കൊണ്ടുവന്ന ഇവിടെ? അത് ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ട് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടേ. എന്നിട്ട് അന്നക്ക് 3 വയസ്സായിട്ടായിരുന്നു. അന്ന് 3 വയസ്സായിരുന്നോ? 4 ഓക്കെ. എന്നിട്ട് ആദ്യം എന്താ ഇവിടെ വന്നിട്ട് അഭിനയിപ്പിച്ച? എന്താ ആദ്യത്തെ എന്താ ചെയ്യിപ്പിച്ചേ? മറ്റേ ഡയലോഗ് പറഞ്ഞെടുക്ക്. ഫസ്റ്റ് ഡയലോഗ് വില്ലന്മാരും വില്ലത്തിയുള്ളൂ. അതാണ് ഹിറ്റ് ഡയലോഗ്. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞല്ലോ ചേച്ചിക്ക്. ചെക്കന്മാര് വിടണ്ടേ, ഒക്കെ വില്ലന്മാര് വില്ലത്തികളല്ലേ. ഇതാണ് ഫസ്റ്റ് ഡയലോഗ്. സൂപ്പർ സൂപ്പർ. ഇപ്പൊ വലിയ ആളായി. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചല്ലോ, അതിന്റെ വിശേഷം പറ. പിന്നെ ബത്തേമാരി ഡയറക്ടർ സെലിൻ സാർ, അതുപോലെ ഫാസിൽ മാമ കാരണം വിളിച്ച്. ഫാസിൽ മാമക്ക് ഭയങ്കര ഫാൻസ് ആണ് ഇവിടെ. ആണോ? അതെ അതെ. ഓക്കെ ഓക്കെ, അടുത്ത ആൾക്ക് ഭയങ്കര പറഞ്ഞോ. കൊറേ ആൾക്കാരെ അറിയാൻ തുടങ്ങി. വരുന്നവരൊക്കെ കുഞ്ഞു കുട്ടികളാ, ചെറിയ മക്കള്. എന്നിട്ട് വരുമ്പോ ദേവല്ലേന്ന് ചോദിക്കും. എന്നിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് എല്ലാരും പറ്റിയും ചോദിക്കും ഇവരെ വീടൊക്കെ എവിടെയാണ്, എന്താ ഒറിജിനൽ പേര്. എന്നിട്ട് ചോദിക്കും മുസ്ലിം ആണോ ഹിന്ദു ആണെന്ന് ചോദിക്കും. ശുക്കൂർ ഹിന്ദു. എന്നിട്ട് അവളെ പേരൊക്കെ പറയുമ്പോ ആ ഒരു സാധനം ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റിയൽ നെയിം പകുതി കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. ഇപ്പൊ വിളിക്കാൻ ചിലപ്പോ ക്യാരക്ടർ നെയിംസ് ആയിരിക്കും. ചില ആളുകൾക്ക് റിയൽ നെയിമാ. വൗട്ടീനെ അങ്ങനെയാണ്. ഫുൾ ഫാൻസ് ഒക്കെ ആണോ സ്കൂളില്? ഓ, സ്റ്റാറാണ്. ഇപ്പൊ ലൈഫ് അങ്ങനെ മാറി. ഒത്തിരി വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ട്യൂഷൻ വീട് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആളുകൾ എടുത്ത് പറയണേ. ഞാൻ 8 സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. ഒരാൾക്കും എന്നെ അറിയില്ല, പക്ഷെ ഇന്റർവ്യൂസും ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ട്യൂഷൻ വീട് ചെയ്തിട്ടാണ് ആദ്യമായിട്ട് നമ്മള് പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഒരാൾ കാണുമ്പോ ഇന്ന വെബ് സീരീസ് ചെയ്യുന്ന ആളല്ലേ, അല്ലെങ്കിൽ ട്യൂഷൻ വീട്ടിലെ ചേച്ചിയല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയതും. ഈവൻ ധൈര്യമായിട്ട് നമുക്കിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഓഡിഷനോ അല്ലെങ്കിൽ ആരുടെങ്കിലും പോയിട്ട് ചാൻസ് ചോദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ട്യൂഷൻ വീടിന് ശേഷമാണ്. പിന്നെ ട്യൂഷൻ വീട് കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. പിന്നെ ഒരുപാട് പേരുടെ മുൻപിൽ പോകാനൊരു ധൈര്യം തന്നത് ട്യൂഷൻ വീടാണ്. അഭിനയത്തിൽ തന്നെ ഇപ്പൊ മുൻപ് ചെയ്ത വർക്ക്സ് ഒക്കെ ഇപ്പൊ ഇരുന്ന് കാണുമ്പോൾ ട്യൂഷൻ വീട്ടിൽ വന്നൊരു ചേഞ്ച് ഉണ്ട്. ട്യൂഷൻ വീട് ശരിക്കും ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ആയിരുന്നു എനിക്ക്. ലിറ്ററലി ഇപ്പോഴും നമ്മൾ വേറൊരു ലൊക്കേഷനിൽ പോകുമ്പോൾ ഫാസിൽ പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നല്ല കുറെ മെമ്മറീസ്. അതുപോലെ എവിടെയെങ്കിലും ആളുകൾ കാണുമ്പോൾ എവിടെ പോയാലും ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ ഒരാളെങ്കിലും നമ്മൾ അറിയുന്നതുണ്ടാവും, ഒരൊറ്റ ആളെങ്കിലും. കുട്ടികളാണ് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ കൂടെ ഇരുന്ന് പാരന്റ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പം ചെറിയ കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഫാദറോ മദറോ ഇരുന്ന് കൂടെ കാണുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മള് അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരു ചാൻസ് ചോദിക്കാന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. അപ്പം ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പറയണല്ലോ. ഒരുപാട് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു വരുമ്പോ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ ജിയോ ബേബി സാർ എന്റെ സിനിമ റിലീസായ സമയത്ത്, മന്ദാകിനി റിലീസായ സമയത്ത് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജിയോ ചേട്ടന്റെ കൂടെ ഇരുന്ന് തൊട്ടടുത്തിരുന്നൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. റിലീസിന്റെ അന്ന് ജിയോ ചേട്ടൻ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ട്യൂഷൻ വീട്ടിലെ ചേച്ചിയാണല്ലേ. അപ്പൊ കഥ മ്യൂസിക് ഇതാണ് കുട്ടികളുടെ പേര്. ഈ 2 കുട്ടികളും ഇത് സ്ഥിരമായിട്ട് കാണുന്നതാ. ഇവര് 2 പേരും കാണുന്നതുകൊണ്ട് തന്നെ ജിയോ ചേട്ടൻ ഇത് കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരു ഡയറക്ടർ നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാന്ന് പറയുന്ന ഒരു അങ്ങനത്തെ കുറെ നല്ല എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര കരിയറിന്റെ ഭയങ്കര ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എന്റെ കരിയറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ട്യൂഷൻ വീട്. ഈ ഇപ്പൊ നമ്മള് ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ വെബ് സീരീസിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരക്ടർ ആവും, അത് വീണ്ടും നമുക്ക് അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ക്യാരക്ടർ. സിനിമ ചിലപ്പോ ഒരു കഴിഞ്ഞു, അതെങ്ങനെയായിരിക്കും? അത് ഭയങ്കര രസമല്ലേ, തിരിച്ച് നമ്മുടെ വീണ്ടും വരിക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് വരികയാണെങ്കിൽ ആ ക്യാരക്ടറായിട്ട് മാറുക, അതെങ്ങനെയാ ശരിക്കും എടുക്കണേ? ഒന്ന് ഡയറക്ടർ പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നമ്മള് അത് ചെയ്തിട്ട് ലാസ്റ്റ് സീസൺ ചെയ്തിരുന്ന സമയത്ത് ഫസ്റ്റ് സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫാസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ബബിതയാണ് കേട്ടോ, അമൃത ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒബ്വിയസ്ലി ട്യൂഷൻ വീടിന്റെ ഏറ്റവും വലിയ പില്ലർ എന്ന് പറയുന്നത് ഡയറക്ടർ തന്നെയാണ്. നമ്മൾ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏത് പാർട്ട് വരുമ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ ക്യാരക്ടറിലേക്ക് കയറുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ട്യൂഷൻ വീട്ടിലുള്ള ആൾക്കാരാണ്. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് ഡയലോഗിലാണെങ്കിലും സ്ലാങ്ങിലൊക്കെ ആണെങ്കിലും അത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വീടിന്റെ ഓണർ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആളാണ്, പ്രൊഡക്ഷൻ ആണ്. ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ നോക്കായിരുന്നു. ഈ വീട് നമുക്ക് അറിയാം, നമുക്ക് ഈ വീട് കണ്ടാൽ ട്യൂഷൻ വീട്ടിലെ വീടാണ്, നമുക്ക് ഓൾറെഡി ക്യാരക്ടർ പോലെ തന്നെ ആയി. അപ്പൊ അതിന്റെ ഓണറാണ്. അതിന്റെ സന്തോഷം പറയൂ. ഈ വീട് ഇത്രയും പോപ്പുലർ ആയി, ആളുകള് വീട് ഐഡന്റിഫൈ ചെയ്ത് വീട് തപ്പി വരാറുണ്ടോ ആളുകള്? ഇവര് നിർത്തിവെച്ചില്ലേ, നിർത്തിവെച്ചതിന് ശേഷം ചോദിക്കാറില്ല. അപ്പൊ ഇനിയിപ്പോ തുടങ്ങുക ചിലപ്പോ ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ടാവില്ലേ ചോദിക്കാറുണ്ട്. പിന്നെ ചിലവരൊക്കെ അങ്ങനെ പരിഹസിക്കും. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ നിർത്തിവെച്ചത് ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിട്ട് പിന്നെ ഷുക്കൂറിനെയാണ് കൂടുതൽ ചോദിക്കാറ് എന്നോട്. അത് മുസ്ലിംസ് ആണോ ഹിന്ദു ആണോ, ഈ പിള്ളേരൊക്കെ ചേച്ചിയുടെ വീട്ടിലത്തെ ആണോ അപ്പുറത്തെ വീട്ടിലത്തെ ആണോ, ഏതാ സ്ഥലം, അവരൊക്കെ പേരെന്താ, പിന്നെ ബോംബെയിലത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ, ആ ചേച്ചിയുടെ വീട് അടുത്താണോ, ആ ചേച്ചിയുടെ ഭർത്താവിന് എന്താ ജോലി, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളെപ്പോഴും പറയൂട്ടാ, ഞങ്ങളൊരു വേലിയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയും, ഇങ്ങനെ ചോദിച്ചു കൂട്ടാ, പിന്നെ വീട് കാണാൻ വന്നിരുന്നു ഒരു കൂട്ടരെ. അപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ, അവര് പ്രതീക്ഷിച്ചിട്ട് വരുന്നത് ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടെ വരുമ്പോ ആരും ഇല്ല, പ്രതീക്ഷ നമുക്ക് ചിലപ്പോ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കാണാൻ വന്നിരുന്നു എന്നൊക്കെ പ്രതീക്ഷ പറയാറുണ്ട്. സരിത പറയാറുണ്ടാ, ഞാന് ഇത്രയായി നിക്കണ ഇവിടെ, പക്ഷെ ഈ ട്യൂഷൻ വീടിന്റെ സമയത്താണല്ലോ ഞങ്ങള് കാണുന്നത് ശരിക്കും. അതിന്റെ മുന്നേ ഞങ്ങള് വരുന്നതിന്റെ മുന്നേ അവര് അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ട്യൂഷൻ വീടിന് ശേഷമാണ് ഞങ്ങള് പരിചയമായി, ഞങ്ങളെ അമ്മയും മോളെ പോലൊക്കെ ലെവലിലേക്ക് പോയി. ഇവിടെ ഇപ്പൊ ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോ ട്യൂഷൻ വീട്ടിലത്തെ ചേച്ചി അല്ലെങ്കിൽ ട്യൂഷൻ വീട്ടിൽ താമസിക്കുന്നവരുടെ വീടായിരുന്നു അങ്ങനെ ചോദിക്കുക. പേരാണ് ചോദിക്കുക. പക്ഷെ ഇത് തുടങ്ങിയതിന് ശേഷം അങ്ങനെ പറയാറുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് ഭർത്താവിനും മക്കൾക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവിടെ സമാധാനമില്ല, സ്വൈരമില്ല എന്നൊക്കെ പറഞ്ഞു. ഫാസിലും പറഞ്ഞൊരാ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വന്ന് അന്വേഷിച്ച് അന്നാണ് കാണുന്നത്. അപ്പൊ സംസാരിച്ചപ്പോ എനിക്കൊരു മനുഷ്യത്തുള്ള ഒരു ആളായിട്ട് തോന്നി. അപ്പൊ നമ്മള് കാരണം ഒരുപാട് പേര് നല്ലൊരു ഇതിക്ക് വരണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളവിടെ നിർത്തി. അത് നിർത്തിയിട്ട് ഇവര് ഒരു ഇതാവുമല്ലോ, ഇവർക്കൊക്കെ പേര് നമ്മുടെ കാരണം ആവണമെങ്കിൽ ആവട്ടെ എന്നുള്ളതിൽ ഞാൻ സമ്മതിച്ചപ്പോ ചേച്ചി അനിയത്തിയും പറഞ്ഞ് ഇങ്ങനെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലും വേറെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പിന്നാക്കട്ടാ ഓരോന്നുമായിട്ട് പറയും. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തില് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ബബിത അടക്കം പറഞ്ഞു, ചേച്ചിയാ ഞാനിവിടെ വന്നാല് 2 കിലോ തൂക്കം കൂടി. പിള്ളേർക്ക് ഞാൻ ചിലപ്പോ ചീത്ത അറിയട്ടെ, കാരണം പിള്ളേര് നമ്മള് വിളിക്കുമ്പോഴൊന്നും വിളി വെക്കില്ല. അപ്പൊ ഞാൻ ചീത്ത അറിയും, അതുപോലെ നമ്മളവരെ കാണുന്നത്. പക്ഷെ അവര് ഞാൻ പറയും അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും നാവുണ്ടല്ലോ, നമ്മളത് വിളിക്കുമ്പോ വിളി കേൾക്കണില്ല. അപ്പൊ ഇവിടെ ചെറിയ കുട്ടിയുണ്ട്, അത് എവിടെയെങ്കിലും ആവും, അത് നമ്മളെ വിളി കേട്ട് ഓടി വരും. അപ്പൊ ഇവര് വിളി കേൾക്കാത്ത എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. വാസിനോട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് വിളി കേട്ടൂടാ ചേച്ചി വിഷമായി. അപ്പൊ അങ്ങനെ കൊറേ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവര് വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവിടെ നല്ല സൗണ്ടും ചിലവര് കൊറേ കല്യാണം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമതൊരു കല്യാണം ഒന്നും ഇവിടെ നടന്നില്ല, ഒരു കല്യാണം കഴിഞ്ഞിട്ട് പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങള്
പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാവരും നല്ല ഒരു ഇതാ എന്നിട്ട് ബാക്കിയുള്ളത് എന്താണ് എന്തിനാ ഇവരിങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്? അതെ, അതാ ഞാൻ അതാണ് ചോദിക്കുന്നത്. എല്ലാവരും ചോദ്യം. പെട്ടെന്ന് ഇട്ടിട്ട് തീർക്കുക, ബാക്കിയുള്ള ഭാഗം ചേച്ചി ഒന്ന് ഓർത്തിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. കാരണം അതിന് മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ട്യൂഷൻ വീട്ടിലത്തെ ചേച്ചീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏത് സ്ഥലത്തെയാണ് ചേച്ചിയുടെ ആരെങ്കിലും ആണോ? എറണാകുളത്ത് എവിടെ വീട്? ഞാൻ പറഞ്ഞപ്പോ ട്രെയിന് കയറിട്ട് അങ്ങോട്ട് പോവാ. അപ്പൊ അങ്ങനെ ഭയങ്കര ഫണ്ണാ. അതെ. ഇവർക്ക് ഭയങ്കര ചിൽ ഫൺ തഗ്ഗിന്റെ ആൾക്കാരാണ്. നമ്മളെ ഈ കുട്ടികളെ ഒന്നും പറയാത്തത് കാരണം അവർക്ക് എന്നെ നല്ല ഇഷ്ടവരെ ഒന്നും പറഞ്ഞില്ല. ചിലപ്പോ അപ്പുറത്ത് പോയിട്ട് പറയായിരിക്കും. അപ്പൊ നല്ലൊരിതാണ്. ചേച്ചിയുടെ ഫുഡ് അത് ഭയങ്കര, ഇവിടെ എല്ലാവരും ഒരുപോലെ പറയുന്ന എന്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഫുഡിന്റെ കാര്യത്തിലൂടെ അഭിപ്രായ വ്യത്യാസം ഇല്ല. ചേച്ചി ഉണ്ടാക്കുന്നതില് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ഞങ്ങൾക്ക് മീൻകറി മീൻ വറുത്തതും ഇന്നത്തെ സാമ്പാറും ഇഡ്ഡലി. ഞങ്ങക്ക് 4 നേരം ഭക്ഷണം തരുന്ന പ്രൊഡക്ഷനാണ് ഞങ്ങൾ. ഓക്കെ, അടുത്ത ആള് എല്ലാം സംസാരിക്കാൻ വെയിറ്റ് ചെയ്യാം. യെസ്, പറഞ്ഞോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ അറിയാൻ തുടങ്ങി കുൽസ് അല്ലേ എന്ന് ചോദിക്കും. ആദ്യം വന്നിട്ട് ചോദിക്കും മുസ്ലിമാണ് ഹിന്ദുവാണ്. ഞാൻ പൊട്ട് വെച്ച് പുറത്തിറങ്ങുമ്പോൾ ചോദിക്കും മുസ്ലിം അല്ല എന്താ പൊട്ട് വെച്ച് നടക്കണെന്നൊക്കെ ചോദിക്കും കുറെ പേര്. പിന്നെ മെയിനായിട്ട് ചോദിക്കുക ഷുക്കൂറിന്റെ കാര്യം. വീണ്ടും ഷുക്കൂർ ഏത് സ്കൂളിലാണ് പഠിക്കണേ, ഷുക്കൂറിന്റെ വീട് എവിടെയാ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, എല്ലാവരുടെയും സ്ഥലങ്ങളൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാർ ഇതാക്കുക. ചേച്ചി ഷൂട്ട് കഴിഞ്ഞ് പോയിട്ടാ? ഇല്ലില്ല, ചോദിക്കാം. ഓക്കെ, അടുത്തത് സുപ്രൻ. സുപ്രന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. സുപ്ര, ഓക്കെ. എന്താ പറയാ, ഞാൻ മുന്നേ ഷോർട്ട് ഫിലിമും സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര കൂടുതൽ പുറത്തിറങ്ങാനൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ അറിയാം. എല്ലാരും പുറത്തു പോയാലൊക്കെ സുപ്രനല്ലേ, പിന്നെ ഷുക്കൂറിനാണ് കൂടുതൽ ചോദിക്കുക. പിന്നെ അത്ര തന്നെ. ആക്ച്വലി ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ള ആള് സുപ്രനാണ് അല്ലേ? എത്ര ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്? ടോപ്പ് സിംഗറിന്റെ ബാനറിലാണ്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ട്യൂഷൻ വീട് എന്നുള്ളത് ഭയങ്കരമായിട്ട് അറിഞ്ഞ് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി. നമുക്ക് അത്ര ഇനോഗ്രേഷൻ നമ്മൾ വിളിച്ചിട്ടില്ല അല്ലേ? പിന്നെന്ത് വേണം, ഒരു കുട്ടി താരായിട്ട് മാറി. അതെ അതെ. ഞങ്ങളുടെ സൂപ്പറിന്റെ അമ്മയാണ്. മോന്റെ കൂടെ വന്ന് കൂട്ടത്തിൽ അഭിനയിച്ച ആളാണ്. അവന്റെ കൂടെ ലൊക്കേഷനിലേക്ക് വരിക അത് ഞാനാണ്. അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കും. കാലത്ത് വന്നവന്റെ വൈകിട്ട് പോവാ പ്രീതേച്ചിന് പ്രൊഡക്ഷനൊക്കെ സഹായിച്ച് ചോറൊക്കെ ഉണ്ട് അങ്ങനെ പോവാ. അപ്പൊ ഒരു ദിവസം ഫാസില് പറഞ്ഞു നാളെ വരുമ്പോ മാക്സി ഇട്ട് വായി വിട്ടാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ മാക്സി? അല്ല മാക്സി വേണം എന്റെ അടുത്ത് പോലെ വാവുട്ടിയുടെ അമ്മ അങ്ങനെ പിന്നെ ദേവിയുടെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഷുക്കൂറിന്റെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും മാക്സി ഒക്കെ ഇട്ട് വന്നു. പിറ്റേ ദിവസം തൊട്ടടുത്ത വീട്ടില് ചേച്ചിമാരൊക്കെ ഇട്ട് ചെയ്യിപ്പിച്ചു. ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാ നിങ്ങള് വേറെ ഒന്നും പിന്നെ വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ അതുപോലെ പറയാന്നല്ല, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞോ. അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സീനൊക്കെ എഴുതേണ്ടത് ഇപ്പൊ മോനെന്നെ പിന്നെ ഇനോഗ്രേഷന് വിളിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ ടോപ്പ് സിംഗറിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇനോഗ്രേഷനൊക്കെ വിളിക്കുമ്പോ അവിടെ ചെന്ന് ഇറങ്ങിയാലാവും കുട്ടികൾ അയ്യോ സുപ്രനല്ലേ ഇത്, ഇങ്ങനെയാണ് പോണെങ്കിലും അവിടെ ചെന്നാൽ പിന്നെ സുപ്രനാണ്. അപ്പൊ ആ ട്യൂഷൻ വീടിന്റെ ഒരു തരംഗം ഭയങ്കരമാണ്. അങ്ങനെ പിന്നെ ഫാസിൽ ചെയ്ത ഫെമിനിച്ചിയിൽ തന്നെ ഉണ്ട്. അത് ചെറിയ റോളല്ല, വലിയൊരു വേഷം ചെയ്തത്. അപ്പൊ അത് കണ്ടിട്ടാണ് അടുത്ത സിനിമ സൗബിന്റെ ഒരു സിനിമയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് എന്താ വെച്ചാ നേരത്തെ ബബിത പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു സീന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു പോയി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതാണ് നാച്ചുറാലിറ്റി. പിന്നെ ഫാസിലിനെ സംബന്ധിച്ച് അഭിനയം ഇഷ്ടമല്ല അല്ലേ, അഭിനയിക്കണത് ഇഷ്ടമല്ല. നമ്മൾ എന്താണോ സാധാരണ അതാണ് ക്യാമറയ്ക്ക് മുന്നിൽ വേണ്ടത്. ഫാസിൽ പറഞ്ഞു തരുമ്പോ സാധാരണ നമ്മൾ എവിടെ പോയാലും ഡയലോഗ് പഠിച്ചില്ലേ എന്നാണ് ഏത് ലൊക്കേഷനിൽ പോയാലും ചോദിക്കും. ADs ആണെങ്കിലും അസോസിയേറ്റ് വന്നിട്ട് ചോദിക്കും. ഫാസിൽ ഇവിടെ ചെയ്യിക്കുമ്പോ ഡയലോഗ് നമ്മൾ പറയും അതിന്റെ കൂടെ, പക്ഷെ ഒരിക്കലും ഡയലോഗ് പറയാൻ വേണ്ടി നിൽക്കില്ല. നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ടാവും അതിന്റെ കൂടെ. അപ്പൊ അത് ഭയങ്കര ലൈവ് ആയിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞ് മറ്റുള്ള ലൊക്കേഷൻസിൽ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മള് ഇംപ്രൂവ് ആയ പാർട്ട് എന്ന് പറയുന്നത് ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം ആ ഗ്ലാസ് എടുത്തോന്ന് പറയുമ്പം ആ ഗ്ലാസ് എടുത്തോന്ന് പറയില്ല,
നമ്മൾ എന്തെങ്കിലും സാധനം ചെയ്തോണ്ട് ആ ഗ്ലാസ് എടുക്കണേന്ന് പറയുന്നത് അവിടെ നോക്കിയിട്ടാവില്ല. അപ്പം പലപ്പോഴും ആ സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ തന്നെ ചെന്ന് ഡയലോഗ് പറയാം, അങ്ങനെയൊന്നുമല്ല. വളരെ നാച്ചുറൽ ആയിട്ട് പറയാതെ പറയും. Yes. ഭയങ്കര രസമായിട്ട് ചെയ്യിക്കുവാൻ. ഇപ്പൊ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ട് നിങ്ങൾക്ക് പരസ്പരം ആർക്കും അറിയാണ്ട് നിങ്ങൾ ഈ ഒരു സെറ്റിലേക്ക് വരുന്നു. ആദ്യത്തെ സീസൺ കാണുന്ന സമയത്ത് തന്നെ എനിക്ക് നിങ്ങൾക്ക് പരിചയമില്ല, എനിക്ക് അടുത്തൊക്കെ താമസിക്കണ അതിൽ ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള ആളുകളെ പോലെ തോന്നിയേ. സോ നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് അതെങ്ങനെ ബ്രേക്ക് ചെയ്ത് എങ്ങനെ ശരിക്കും, അല്ലെങ്കിൽ അത് ഡയറക്ടർ എങ്ങനെ ഇൻപുട്ട് തന്നത്, എങ്ങനെ നിങ്ങൾ അത് ബ്രേക്ക് ചെയ്ത് ആ ഒരു ട്രാക്കിലേക്ക് വന്നത് എങ്ങനെയാ? ഞാൻ ലാസ്റ്റ് വന്ന പറഞ്ഞു. ഫസ്റ്റ് വന്നാരാ ശരിക്കും? അല്ല, ഞങ്ങൾക്ക് ആദ്യം അറിയണ. അപ്പൊ നേരെ വന്നു. അപ്പോഴേക്കും സുപ്രോനും അമ്മയും വന്നിരുന്നു. അതിലിൻ്റെ അമ്മ പറഞ്ഞു ഇത് എന്താ ആദ്യം ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, അതിൽ അഭിനയിച്ച കുട്ടി. അതിൽ അങ്ങനെ ഞങ്ങൾ ആദ്യം കമ്പനി. പിന്നെ എല്ലാരും വന്നു പരസ്പരം തുടങ്ങി. അധിക സമയമൊന്നും വേണ്ട, റെഡിയാവും. ഞാൻ വരുമ്പോ എല്ലാവരും ഉണ്ട് ഇവിടെ, ഞാൻ മാത്രം കയറി വരുന്നത്. ടീച്ചർ വരുമ്പോ കുറെ കുട്ടികളുണ്ട്. എല്ലാവരും ഉണ്ട്, കൊറേ നല്ല എല്ലാവരും ഉണ്ട്. ഞാൻ ലേറ്റ് ആയിട്ടാ എത്തിയ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നതായതുകൊണ്ട് ഇവർ ഇവിടെ അടുത്തല്ലേ. ഞാൻ എത്തിയപ്പോ 10 മണിയായി തോന്നുന്നു, 10 മണി 10:30 ആയി. എനിക്ക് കയറി വരുമ്പം നല്ല ടെൻഷനായിരുന്നു. പിന്നെ നമുക്ക് ടെൻഷൻ ആകുമ്പോ ചിരി വരില്ലല്ലോ, നമ്മളിങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുമെന്ന് തോന്നും, പേടിച്ചിട്ടാ വരണേ. അപ്പൊ എനിക്ക് വാവുട്ടിയുടെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞേ കുറച്ച് ജാടയാന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ജാടയല്ല, പേടിയായതാന്ന്. ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ഇവിടെ കയറി വരുമ്പോ തന്നെ ഇവിടെ ഫുൾ ആളുകളാ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല സംസാരിക്കല്ലാതെ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഈ റൂമിൽ കയറി, അത് കഴിഞ്ഞാൽ അവിടെ അധികം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് പുറത്തിറങ്ങും, പിന്നെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കണ്ടേ. ഈ ഒരു സ്പേസ് അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു ലോകമില്ല. അപ്പം സംസാരിക്കണ്ടെന്ന് വിചാരിച്ച ഒരാൾ വന്നാൽ പോലും ആദ്യത്തെ 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് പേരെന്താ എന്നെങ്കിലും ചോദിക്കണം. ഇതാണ് ഞങ്ങളുടെ ലോകം. ഓട്ടോമാറ്റിക്കലി എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞാൻ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഒരു 4ാമത്തെ സീസൺ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം നന്നായിട്ട് എല്ലാവരെ കുറിച്ച് അറിയാം. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് ഈ കൂട്ടത്തിൽ ആരാണെന്ന് പറയണം. ഓക്കേ, റെഡി ആണോ? എല്ലാം അങ്ങോട്ടാണോ വരിക? ഓക്കെ. ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞാലും ഡയറക്ടർ പറഞ്ഞാലും ബാക്കി ആൾക്കാർ എന്ത് പറഞ്ഞാലും എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്യണം, എപ്പോഴും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഇപ്പൊ ഒരു സീൻ പറഞ്ഞു കൊടുത്താൽ ബിൻ ചേച്ചിയാണെന്ന് അങ്ങനെ ആളില്ല. സംശയം ചോദിക്കില്ല, സംശയം ചോദിക്കും. ആക്ച്വലി നമ്മൾ ഇവിടെ സംശയത്തിനേക്കാൾ കൂടുതൽ ഇംപ്രവൈസിംഗ് ആണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുന്ന ഡയറക്ടർ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയും, അപ്പൊ അതിനെ കുറച്ചുകൂടെ നന്നാക്കിയിട്ട് ആള് പറഞ്ഞുതരും. അങ്ങനെയാ ചെയ്യാറ്. ഓക്കെ. കൂടുതൽ ഫുഡി ഞാനാണ്. എന്റെ പേര് ഞാൻ തന്നെ പറയുന്നത്. നന്നായിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കാണ്ടിരിക്കില്ല. ഉച്ചയ്ക്ക് ഒരു ദിവസം വായും. ഓക്കെ, നല്ല ഫുഡ് കഴിക്കാം. നല്ല ഫുഡ് കഴിക്കാം. ഫുഡി കൊടുക്കാല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കായി കൂടുതൽ? എങ്ങനെ ഈ ഫാൻസിനൊക്കെ മാനേജ് ചെയ്യുന്നത്? ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത് അവന്റെ ഫാൻസിനെ. എന്താ എല്ലാരും വരും. അപ്പൊ ഇക്കോടുള്ള സ്നേഹം ഞാനും പ്രകടിപ്പിക്കും. അവരോട് ചോദിക്കും എവിടെ എന്താ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന് നല്ല രീതിയിൽ മറുപടി പറയാ. പിന്നെ ഓരോ വിശേഷങ്ങളും ചോദിക്കും. അങ്ങനെയൊക്കെ തന്നെ. ഈ കണ്ടിൽ വെച്ചിട്ട് ഒരുപാട് ഫാൻസ് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. മറക്കാനാവാത്ത ഒരു ഫാൻ മൊമെന്റ് ഉണ്ടോ? ഉണ്ട്, ശബരിമലയിൽ കണ്ടത്. ആ കഥ പറയും. ശബരിമല അത് ഞാൻ ഇവിടെ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞാന് ശബരിമലയിൽ പോയിരുന്നു ഇപ്പൊ. അപ്പൊ ഞാൻ എന്തോ ക്യൂവിൽ എന്തോ പെട്ടി കിടക്കുക. അന്ന് പെട്ടി കിടക്കാനെ. അന്ന് ട്യൂഷൻ വീട്ടിൽ അഭിനയിച്ച ആളല്ലേ ബാക്കിന്ന്. അതന്നെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ ഉള്ളത്. അത് വലിയൊരാളായിരുന്നു, വലിയ ആളെ അനിയനായിരുന്നു വന്നിരുന്നു. എന്നിട്ട് ട്യൂഷൻ വീട്ടിലുള്ളതന്നല്ലേ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞു. പിന്നെ കൊറേ കാലായി. ഇപ്പൊ കുറച്ച് ആണല്ലോ ഞങ്ങൾ തുടങ്ങിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ദിവസം ഞാൻ ബസ്സിൽ വരുമ്പോ ഞാൻ ക്ലിപ്പ് ഇട്ടത്. അപ്പൊ ഷുക്കൂറല്ലേ ഇപ്പൊ ക്ലിപ്പ് ഇട്ടതല്ലേ, അത് അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫാൻ മൂവ്മെന്റ് ഉണ്ടോ? ഐ മീൻ മറക്കാനാവത്തെ ലൈഫില്? എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും. എന്റെ ഫാൻ മൊമെന്റാ ഞാൻ പറഞ്ഞ ജിയോ ബേബി സാറിന്റെ. അതെനിക്ക് ഭയങ്കര, സാറിന്റെ അല്ല സാറിന്റെ കുട്ടികൾ അറിയാന്ന് പറഞ്ഞപ്പോ ഉള്ളത്. അതുപോലെ കുറെ മൊമെന്റ്സ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇൻസ്റ്റയില് മെസ്സേജ് വരും, സൂപ്പറിനല്ലേ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ, പിന്നെ കമ്മിറ്റഡ് ആണോ? ശ്രദ്ധിക്കണം, അമ്മയാണ് നോക്കുന്നത്. ഇൻസ്റ്റയിലെ നല്ല മെസ്സേജ് വരല്ലോ. അപ്പൊ ഈ ട്യൂഷൻ നല്ലോണം മെസ്സേജ് ചെയ്യും.
അപ്പൊ ഓരോരോ മെസ്സേജിനാണ് കമ്മിറ്റഡ് ആവണോ താല്പര്യം ഉണ്ടോ സിംഗിൾ ആണോ അമ്മ റിപ്ലൈ കൊടുക്കുക. അപ്പൊ അങ്ങനെ എന്തോ ഒരാൾക്ക് കമ്മിറ്റഡ് ആണോ വെച്ചപ്പോ അല്ല സിംഗിൾ ആണോ വെച്ചപ്പോ അപ്പൊ ആള് പറഞ്ഞു കമ്മിറ്റഡ് ആവാൻ താല്പര്യം ഉണ്ടോ? ഉണ്ട്. അതെ, ഇതൊക്കെ ഇൻഫർമേഷൻ ആണ്. മെസ്സേജസ് എല്ലാവർക്കും. ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഡേ ഞാൻ പാലക്കാട് അവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് പോയ സമയത്ത് ഒരു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് മെസ്സേജ് വന്നു ഇന്നലെ. അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, പ്രസാദം തന്നത് ഞാനാണ് കേട്ടോ. പൂജാരിയാണോ അല്ലേ? അങ്ങനെ അതാ എനിക്ക് ഈയിടെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് മെസ്സേജ്. അതിന് ഓൾറെഡി ടീച്ചറിന് ഒത്തിരി ഫാൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കാര് ഇപ്പം കല്യാണം കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്നതിലൊക്കെ മെസ്സേജ് വരാറുണ്ടോ? എനിക്ക് അങ്ങനെ ഡയറക്റ്റ് മെസ്സേജ് ഇല്ല കേട്ടോ. പക്ഷെ കുട്ടികൾ അവരുടെ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് മാമന്മാരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അല്ലാണ്ട് ഡയറക്റ്റ് ചേട്ടന്മാരൊന്നും എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറില്ല. നല്ല വിഷമമുണ്ട്. ഉള്ളിന്ന് വന്ന കൂട്ടത്തിലെ മടിയെത്തി ആരാണ്? റേയ. ആണോ? ശരി, ഞാൻ ചോദിക്കുമ്പോഴോ താല്പര്യമില്ല വേണ്ട അങ്ങനെ ചോദിച്ചോളൂ, ആ മൂടാണ്. ഞാൻ ഇൻവെർട്ടർ അതല്ലേ. ആണോ? ചെറുതായിട്ട് എന്നൊക്കെ അങ്ങനൊന്നുമില്ല. എന്തോ ഡാൻസ് എന്തോ കളിക്കുമ്പോ അതായത് ഡാൻസിലേക്ക് പറഞ്ഞോണ്ടാണ്. ഓക്കെ, ശരി ശരി. ഓക്കെ, കൂട്ടത്തിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാവരും തഗ് പറയുന്നുണ്ട്, കൗണ്ടേഴ്സ് അടിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൗണ്ടേഴ്സ് അടിക്കുന്ന ആരാ ഇവിടെ? സുപ്രൻ. അവൻ ഞെട്ടിയിരിക്കില്ല. അല്ല, അവൻ സ്വാഭാവികമായിട്ടും പറയുന്നതാ, പക്ഷെ നല്ല തഗ്ഗാണ്. ആണോ? ഈ സുപ്രൻ പറഞ്ഞ ഒരു തഗ് ഓർത്ത് പറയാൻ പറഞ്ഞ കുഞ്ഞു പോയിന്റിലും ഇരുന്ന് തగ్గടിക്കും. അതെ, എല്ലാ കാര്യത്തിലും വളരെ സിമ്പിൾ ആയിട്ടാണ് കാണാൻ. നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് എല്ലാവരോടും എസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇവന്റേത് ഇവൻ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു നീ. ദണ്ഡി കടപ്പുറത്ത് പോയപ്പോൾ ഒരു തരി ഉപ്പിന് വേണ്ടി ദണ്ഡി കടപ്പുറത്ത് പോയപ്പോൾ ചെയ്തിട്ടുള്ള അതിനാണ് ഓക്കെ ഓക്കെ, ആ ഡയലോഗ് ഇനി കണ്ടൊരു എപ്പിസോഡ് പോയി കാണാം. ഓക്കെ, കൃത്യനിഷ്ഠത, ടൈം, പഞ്ച്വാലിറ്റി. ദേവി ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഓൺ ടൈം എത്തും. ടൈമിന് ഷൂട്ടിന് വരിക. യെസ് യെസ്, എല്ലാം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വേഗം വീട്ടിൽ പോവാ. അങ്ങനെ അതെല്ലാരും തിരിച്ചുകൊണ്ടത് ഗൗരിക്കാണ്. താങ്ക് യു. പങ്ക്ച്വാലിറ്റി ഇല്ല, വേഗം പോകാൻ തോന്നുന്നു. പക്ഷെ ഒരു ആക്ട്രസ് സംബന്ധിച്ച് പഞ്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതെ, ഇനി കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ലൈഫ് നിങ്ങളുടെ ഒക്കെ മാറിയത് ഈ ഒരു ട്യൂഷൻ വീഡിയോയിലൂടെയാണ്. ആൻഡ് ഇനിയും 4 വരുന്നു സീസൺ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് സത്യത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു സെറ്റ് ഫീൽ അല്ല വന്നേ. ഒരു വീട്ടിലൊക്കെ കയറി പോണു, അതായത് കല്യാണ പറയല് വന്ന അവസ്ഥ. എല്ലാരും കൂടെ അടുക്കളപ്പുറത്ത് കുറച്ചൊരു വർത്താനം പറയണു, ഫ്രണ്ട് പിള്ളേര് കളിക്കണു. ആ ഫീൽ എനിക്ക് വന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ആ വൈബ് തന്നെയാണ് ശരിക്കും നമ്മൾ റിസൾട്ടിൽ കാണുമ്പോഴുള്ള അത്. കാരണം ശരിക്കും ഇവരിങ്ങനെ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് റീൽ ഷൂട്ടിംഗ് സെറ്റിലും ഇങ്ങനെ തന്നെയാണ്. സോ നിർത്തരുത്, ഡയറക്ടറോടും തുടർന്നു കൊണ്ടേയിരിക്കുക. ഇത് സീസൺ 4, 5, 6 ആയിട്ടൊക്കെ ഞങ്ങള് മുന്നോട്ട് പോട്ടെ. ഞങ്ങള് കാത്തിരിക്കുകയാണ്. എത്ര വലുതായാലും ജോലിക്ക് പോലും നിങ്ങൾ ട്യൂഷൻ വീട്ടിൽ വരണം. എല്ലാരും ഇപ്പൊ ചോദിക്കണതാ. സീസൺ 4 ആയപ്പോ നമ്മള് സ്റ്റോറി ഒക്കെ ഇടുമ്പോ ഈ കുട്ടികളൊന്നും വലുതായില്ലേ ഞാൻ ചോദിക്കുന്നത്. വലുതാവണ്ട. ആക്ച്വലി എല്ലാവരും വലിയ കുട്ടികളായിട്ടുണ്ട്. കാണുമ്പോ നമുക്ക് അത്ര ഫീൽ ചെയ്യാത്തോണ്ടാ, സ്ക്രീനിൽ അങ്ങനെ ഫീൽ ചെയ്യാത്തോണ്ടാ. നേരിട്ട് കാണുമ്പോ എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് എല്ലാവരും. പിന്നെ നമ്മള് ചെറുപ്പത്തിലെ കണ്ടു കഴിഞ്ഞാൽ എത്ര വളർന്നാലും നമുക്ക് ചെറിയ നമുക്ക് വരും. ഡയറക്ടറുടെ പുതിയ സിനിമ എല്ലാരും ഇപ്പൊ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഫെമിനിച്ചി ഫാത്തിമ. സോ അത് സംഭവിച്ചും ഇവിടെ തന്നെയാണ്, വീട്ടിൽ നിന്നാണ്. ആക്ച്വലി ഫെമിനിച്ചി ഫാത്തിമ IFFK വരുന്നതിന് മുൻപ് ആ ഷൂട്ട് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഷുക്കൂർ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിൻ ചേച്ചി ഉണ്ട്, പിന്നെ എന്റെ അമ്മയായിട്ട് എന്നല്ല, ഞാൻ ആളുടെ മോളായിട്ട് അങ്ങനെ പറയണം. കാരണം ചേച്ചി ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന വേഷമായിരുന്നു. പിന്നെ നാച്ചു ചെയ്തിട്ടുണ്ട് അനിയനായിട്ട്, അല്ലെ, ഷുക്കൂറിന്റെ അനിയനായിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. വാവുട്ടിയുടെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടുന്ന് തന്നെ. ഫാസില് DOP നമ്മുടെ ട്യൂഷൻ വീടിന്റെ ഇപ്പത്തെ DOP തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ക്യാമറ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുമ്പോഴും ട്യൂഷൻ വീട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അപ്പൊ നമുക്ക് ഫാസ്റ്റിലൊരു സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭയങ്കരമായിട്ട് ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും നമുക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരെയും പറ്റുന്ന എല്ലാ ഭാഗത്തും ഞങ്ങളെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് IFFK എടുക്കുന്നു. എടുത്തതിന് ശേഷം അവാർഡ് മേടിക്കാൻ പോയൊരു ദിവസം ഉണ്ട് അല്ലേ? ഞങ്ങൾ ഇങ്ങനെ IFFK ഫസ്റ്റ് ഷോക്ക് കേറി സ്ക്രീനിൽ ഞങ്ങളെ കാണുമ്പോഴാണ് ഇത് ഇത്രയും വലിയ സംഭവമായിരുന്നു നമ്മളവിടെ ചെയ്തത്. അതെ അതെ, ഇതേപോലെ ഒരു ഞങ്ങളുടെ സിനിമയ്ക്കായിരുന്നു, ഇതേപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കിട്ടാത്തത് ഞങ്ങളുടെ പടത്തിനായിരുന്നു. ആൻഡ് അവാർഡ് അനൗൺസ് ചെയ്യാൻ പോയപ്പോൾ 5 അവാർഡ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഓരോ അവാർഡ് അനൗൺസ് ചെയ്യുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ എണീറ്റ് നിന്ന് ചാടും, കയ്യടിക്ക് അവസാനം കരയുക. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഫെമിനിച്ചി ഫാത്തിമ ഞങ്ങൾ ഇനി എല്ലാരും ചോദിക്കുന്നുണ്ട് എപ്പൊ കാണാൻ പറ്റും, എവിടുന്ന് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പൊ സൂൺ തിയേറ്റേഴ്സിലേക്ക് ഉണ്ട് എന്നാണ് ഇപ്പൊ ഡയറക്ടറും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങളും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന സമയത്ത് എല്ലാവരും കാണണം, ഫെമിനിച്ചി ഫാത്തിമ കാണണം, മസ്റ്റ് വാച്ച് ആണ്. പിന്നെ ഫെമിനിച്ചി ഫാത്തിമ ഈ പറഞ്ഞതുപോലെ ശരിക്കും ഇതുപോലെ ഉണ്ടായ സിനിമയാണ്. ട്യൂഷൻ വീട് ഉണ്ടായതുപോലെ വളരെ നാച്ചുറൽ ആയിട്ട് അവിടെയുള്ള അതും ഇതുപോലെ അവിടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഉള്ള വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതേപോലെ എല്ലാവരും നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പടമാണ്. നേരിട്ട് കാണാം. അതെ, ഞങ്ങളും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. മസ്റ്റായിട്ടും എല്ലാവരും കാണണം. കാത്തിരിക്കണം എന്നത് കാണാൻ പറ്റും. ഒത്തിരി പേര് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞങ്ങളും വെയിറ്റിംഗ് ആണ് ആക്ച്വലി. അടുത്ത പടങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ഡയറക്ടറുടെ അടുത്ത പടങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരുടെ ആഗ്രഹങ്ങളും പുതിയ പടങ്ങൾ സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് തിയേറ്ററിൽ എത്രയും പെട്ടെന്ന് ഫെമിനിച്ചി ഫാത്തിമ കാണാൻ സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ എപ്പിസോഡ്സുകൾ വരിക, പെട്ടെന്ന് എപ്പിസോഡുകൾ വരിക. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. അതെ, പെട്ടെന്ന് ചാനലിൽ അത് അപ്ലോഡ് ചെയ്യപ്പെടട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കാണിക്കാന്നൊക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. ചാനലിൽ കുറച്ച് വൈകിയപ്പോ എല്ലാരും ചോദിച്ചു എന്താ ഒന്ന് പറയൂന്ന് പറഞ്ഞിട്ട് എല്ലാരും പരാതിയായിരുന്നു. ഈ ചാനലുകാരും വേഗം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രത്യേക അഭ്യർത്ഥന. അതെ, ഇപ്പൊ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയ പഠിച്ചു പൊളിച്ച് ഇനിയും എപ്പിസോഡുകൾ പുതിയത് വരട്ടെ കാത്തിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.